ഗൈസ്, എൻ്റെ ഒരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ വീട്ടിലുള്ള കരിങ്കോഴി, ഇത് ചോപ്പച്ചാത്തൻ. ഇതോടെ ഒരു കുഞ്ഞടക്കുന്നുണ്ട്. ബാക്കിയുള്ള കോഴികളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരു താറാവ്. ഈ കോഴിയുടെ വയ്യായ ഒരു വിധത്തിൽ മാറില്ല. വെളുത്തുള്ളിയും അല്ലാതും ചതച്ചോർത്തു. ഇത് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ കോഴിയുടെ വയ്യായ മറ്റു ചാവാറാവില്ല, അതുപോലെ ഒന്നുമില്ല. ബാക്കിയുള്ള കോഴികളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് ഞങ്ങളവിടെ തന്നെ വിരിഞ്ഞ 4 പൂവനും ഒരു പെടയാണ്. ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെ കൊടുത്തു. മിനിഞ്ഞാന്ന് തൊട്ട് ഇത് മുട്ടിട്ട് തുടങ്ങി. 5 മാസത്തി ഈ പെടക്കോഴി മുട്ടിട്ട് തുടങ്ങി. നല്ല ക്വാളിറ്റി ഉള്ള നല്ല ചാത്തന്മാരുന്ന്. നല്ല ക്വാളിറ്റി ഉള്ള ഇപ്പോൾ ഒരു 2 കൂവിത്തുടങ്ങി. ഇവരൊക്കെ കൂവിത്തുടങ്ങി. നല്ല ഇറച്ചിയുണ്ട്. 3-3.5 കിലോ ഇറച്ചിണ്ടാവും. ഞങ്ങൾ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് പൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം പൈപ്പിൽ കൂടെ അധികം അവിടെ വെള്ളമാക്കാൻ നിൽക്കില്ല. അതുകൊണ്ട് ഇവിടെ ചെളിയൊക്കെ എടുക്കും. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ജോയിൻ്റ് വരും. അല്ലെങ്കിൽ അവിടെ കോഴിയുടെ കോഴിൽ നന്നായിട്ട് ചെളിയും പറ്റും, എല്ലാം പറ്റും. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ വളരെ മിതമായ നിരക്കിൽ തന്നെ നല്ലോണം വില കുറച്ചിട്ട് നല്ല തനി നാടൻ കോഴികളെ വിൽക്കുന്നുണ്ട്. ഇതൊക്കെ ചാത്തന്മാരിന് പൂവാൻ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതുവരെയായിട്ട് ഒരു കുഴപ്പം വന്നിട്ടില്ല. കുറേ പെടക്കോഴികളുണ്ട്, ഒരു പുള്ളിക്കോഴി. ഇതിനൊക്കെ ആ വീഡിയോയിലിട്ടപ്പോൾ ഇതിന് നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ അവർ വെറും സാധാരണ മുട്ടയിടുന്ന ആ പുള്ളിക്കോഴി 450-500 രൂപ നിരക്കിൽ അവർ കൊടുക്കണ്. 450 രൂപയ്ക്ക്. പിന്നെ താറാവുണ്ട്. ഇവർ മുട്ടയിടുന്നുണ്ട്. ഇപ്പം ഒരു പൂവനുണ്ട്, ഈ വെള്ള പൂവൻ. പിന്നെ ഇത് കടയിൽ നിന്ന് കിട്ടണ മുട്ടയില്ലേ, അതിടണത്. അത് ഞങ്ങൾ 100 എത്ര കണ്ട് വാങ്ങിച്ച് ഇങ്ങനത്തെ കോഴിനെ. അപ്പോൾ ആൾ പറഞ്ഞു ഇതിൽ ഒരു പെട മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം പൂവനാവുന്നു. ഇപ്പം ഇത് കടയിലിടുന്ന കോഴിയുടെ മുട്ട ഈ കോഴി ഇടും. അത് ഈ കോഴിയാണ്. അപ്പം ഇതിനെ ലാസ്റ്റ് ഉണ്ടായ ഒരു പെടേനെ മാത്രം കിട്ടി, ബാക്കി എല്ലാത്തിനും കൊടുത്തു. ഇതിൻ്റെ മുട്ട വലിയ മുട്ടയാണ്, ഒരു കുഴപ്പമില്ല. ഞാൻ കണ്ട കൂടൊക്കെ നല്ല ഡ്രൈ ആയിട്ടൊക്കെ എടുക്കണ്, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ വല്ലയും കെട്ടിയിട്ടുണ്ട്. സൈഡൊക്കെ 4 പറം വളച്ച് കെട്ടി. മേലേൽ ആട്ടും കൂടും, അടിയിൽ താറാവും കോഴികളും നിൽക്കാനുള്ളത്. ഇതതിൻ്റെ മൂടിയാണ്. ഇതങ്ങോട്ട് എടുത്ത് വെക്കാം നമ്മൾ. കുഴപ്പമൊന്നുമില്ല. മുട്ടയിടാനിരിക്കണമൊക്കെ ഉണ്ട്. കണ്ട മുട്ടയിടാനിരിക്കണേ. ഇവർ ഓരോരോ ഭാഗത്തായിട്ട് നമുക്ക് ഇതെടുക്കാന്ന് വെച്ചാൽ മുട്ട എടുക്കാൻ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇഴയേണ്ട ആവശ്യമില്ല. ഈ ആട്ടും കൂടില്ലേ, ആട്ടും കൂടിൻ്റെ മേലെ ആട്ടും കൂടുണ്ട്. ആ ആട്ടും കൂടിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നല്ലൊരു കുഴപ്പമില്ലാത്ത കോഴികളിന്. പിന്നെ ഇതിൽ മീനുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. അത് കോഴിയുടെ വേസ്റ്റൊക്കെ അതിലേക്ക് പോവും. അങ്ങനെ ആക്കിയേക്കാണ്. പിന്നെ വെള്ളം പാത്രത്തിൽ ഇപ്പം തന്നെ ഞാൻ വെച്ചു കൊടുത്തിട്ട് അവർ പൊട്ടിക്കണ് പൈപ്പുകൾ. പിന്നെ അവർക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവാറില്ല. ആവശ്യമുണ്ട് താറാവുകൾക്കും കോഴികൾക്കും. പിന്നെ ഇവർക്ക് അധികം അസുഖം വന്നിട്ടില്ല. അസുഖം വന്നാൽ തന്നെ ഞങ്ങൾ വെളുത്തുള്ളി ചായച്ചതൊക്കെ വായിൽ വെച്ച് കൊടുക്കും. വെളുത്തുള്ളി ചായച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ അവരുടെ വായ വെച്ച് കൊടുക്കും. വെള്ളത്തിൽ വെച്ച് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. വെള്ളത്തിൽ വെച്ച് കൊടുത്ത താറാവുകൾ വന്ന് കുത്തി കുടിക്കും. പിന്നെ കാര്യമൊന്നുമില്ല അധികം അങ്ങനെ. പിന്നെ
തലയിൽ മന്ത് വരും, ചിലതിൻ്റെ കണ്ണൊക്കെ അടയും തന്നെ. അപ്പം മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിൽ 2-3 നേരം ഇങ്ങനെ മുക്കണം നമ്മൾ. അപ്പം അത് മന്ത് പോവില്ല, പക്ഷെ എന്നാലും അത് ജീവനോടെ നിൽക്കും. ഇത് കണ്ട വേറെ വെറൈറ്റി സൈസുകളാണ് ഞങ്ങളതിലുള്ളത്. ഇത് കുഞ്ഞുങ്ങളായപ്പോൾ നാടൻ കോഴിക്കുഞ്ഞ് മണ്ണുത്തി ഹാച്ചറിയിൽ നിന്ന് പോയിട്ട് വാങ്ങിച്ചതാണ് ഐറ്റങ്ങളെ മാത്രം. ഇതൊക്കെ ഞങ്ങളവിടെ വിരിഞ്ഞതാ. കരിങ്കോഴിയുടെ കുഞ്ഞ് അവിടെ ഒരു കരിങ്കോഴിനെ കണ്ടില്ലേ, അത് ചേവലിട്ടിട്ട് വിരിഞ്ഞു. നല്ല കോഴികളാണ്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ പനിക്കൂർക്കയുടെ ഇലയൊക്കെ ചതച്ച് കൊടുക്കാം, തുളസിയുടെ ഇല, ബാക്കി എല്ലാത്തിൻ്റെ ഇലകളൊക്കെ ചതച്ച് കൊടുക്കാൻ പറ്റും നമുക്ക്. ആടലോടകത്തിൻ്റെ ഇല. ഇവർക്ക് ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് സ്പേസൊക്കെ ഉണ്ട്. എവിടെയാണെങ്കിലും പോയി ചിക്കി മാന്തി ഇതിൻ്റെ ഉള്ളിൽ തന്നെ. നമുക്കിതിൻ്റെ മേലെ കൂടെ വേണ്ട, അവിടെ നിന്ന് ഇറങ്ങാനൊരു ഇതുണ്ട് മുട്ട എടുക്കാനേ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. താറാവുകൾ ഇപ്പോൾ മുട്ട ഉണ്ട്, കുഴപ്പമൊന്നുമില്ലാണ്ട് പോണ്. നല്ല ക്വാളിറ്റിയുള്ള കോഴികൾ തന്നെയാണ്. ഇതുവരെയായിട്ട് അസുഖമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇവനൊക്കെ 2-4 കിലോ ഉണ്ടാവും, 4-4.5 കിലോ ഉണ്ടാവും. ഇതൊക്കെ നമ്മളവിടെ വിരിഞ്ഞ കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് 2-3 ഉള്ളു. അതുകൊണ്ട് ഇവരെ കൂടെ തന്നെ ഇട്ടേക്കാണ്, അല്ലെങ്കിൽ ഇടാറൊന്നുമില്ല. മാറ്റിയിടുള്ളൂ. പുള്ളിക്കോഴി ഇവർക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചിക്കി മാന്താൻ പറ്റും. പിന്നെ കോഴികളെ പട്ടി പിടിക്കാണ്ടും അവർക്ക് കൊപ്പക്കായയുടെ ഇല, പുല്ലൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെട്ടിട്ടാലേ ഇതിൻ്റെ മേക്കണ്ട മുരിങ്ങല ആവുമ്പോൾ കോഴിയാണ് ഇലകളൊക്കെ ഇവിടേക്ക് നിലത്ത് വീഴും. അപ്പോൾ ഇവർ കാലത്ത് തന്നെ അയച്ചിടുമ്പോൾ വന്നിട്ട് ഇവർ തിന്നും. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് അയച്ചിടും, പുറത്തേക്ക് അയച്ചിടാനൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നു. ഇതാണത്. പിന്നെ അത് നിർത്തിയത്. ആ പട്ടിയൊക്കെ വരുന്നേ, പട്ടിയുടെ ശല്യം അധികം ഇല്ല. കണ്ട, ഇതും വേറെയും ഉള്ളിലൊരു നെറ്റും കൂടി ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. അവരതിൻ്റെ ഉള്ളിൽ കയറി കണ്ടപ്പോൾ. അപ്പം ശരി, എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.